ഹലോ വെൽക്കം ബാക്ക് ടു ഐഎസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു ലെഹങ്ക കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തൊരു ഫാബ്രിക് ആയിരുന്നു. ഏകദേശം 5 മീറ്ററോളം ഈ ഒരു ഫാബ്രിക്കിന് വരുന്നുണ്ട്. നമ്മൾ നോർമൽ സാരിയുടെ ഒരു ലെങ്ത്ത് തന്നെ. അപ്പോൾ സാരി വെച്ചിട്ട് നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 5 മീറ്ററിനെ രണ്ടായിട്ട് നമ്മൾ മടക്കി എടുക്കുന്നുണ്ട്. കറക്റ്റ് ഹാഫായിട്ട് തന്നെയായിരുന്നു അത് മടക്കിയെടുത്തത്. ആ മടക്കിയെടുത്തതിനെ വീണ്ടും നമ്മൾ മടക്കുന്നുണ്ട്. അപ്പം 4 ലെയറാണ് കിട്ടിയത്. ആ 4 ലെയറിനെ വീണ്ടും ഒന്നുകൂടി മടക്കിയെടുത്തു. അപ്പോൾ 8 കിട്ടി. ആ 8നെ വീണ്ടും ഒന്നുകൂടി മടക്കുന്നുണ്ട്. ആകെ 16 ലെയറായിട്ട് നമുക്ക് ആ ഒരു ഫാബ്രിക്കിന്, അതായത് 5 മീറ്റർ ഫാബ്രിക്കിന് 16 ലെയറായിട്ട് നമ്മൾ മടക്കിയെടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു കാര്യം. അപ്പം അതുപോലെ തന്നെ ചെയ്ത ശേഷം ഒരു ലെങ്ത്ത് കാര്യങ്ങളൊക്കെ എടുക്കുമ്പം ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇടയിലൊരു ക്യാൻ നെറ്റും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു 16 ലെയർ എടുത്തതിന് പകുതിയായിട്ട് നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ കാണിക്കുന്ന പോലെ കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിൻ്റെ പാനൽ കട്ട് ചെയ്യേണ്ട വിഡ്ത്ത് എടുക്കുന്നത്. ഏകദേശം 30 ആയിരുന്നു അരവണ്ണം വരുന്നത്. അപ്പോൾ അതിൻ്റെ 16 കൊണ്ട് ഹരിക്കുന്നു. അതിനുശേഷം 1 ഇഞ്ച് കൂടി കൂട്ടി ഏകദേശം 2.8 ആണ് എനിക്ക് വരുന്നത്. ഞാനത് 3 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ അളവും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കറക്റ്റ് അളവും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം ആ ഒരു ഫാബ്രിക്കിൽ നമുക്ക് ഇവിടം വരെയാണ് ആ ഒരു കട്ടിങ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ആ വരയിലൂടെ തന്നെ നമുക്ക് ഫാബ്രിക്ക് കട്ട് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. ചില സമയത്ത് നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്യുമ്പം നമുക്ക് ചില ലെയേഴ്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കട്ടിങ് ചെറിയ പ്രോബ്ലവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ അത് മാറ്റാനായിട്ട് പകുതി എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം കത്രികയ്ക്ക് കുറച്ചൊരു മൂർച്ചം കുറവുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കത്രികയായിരുന്നു കേട്ടോ. ഇത്രയും ഒരു ലെയേഴ്സ് അതിനെ ഉൾക്കൊള്ളാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കുമ്പം ഏകദേശം 16 ലെയർ പീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്കൊരു ക്രീപ്പിൻ്റെ ലൈനിങ്ങും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അംബ്രല്ല കട്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ ആദ്യം ഒരു അടയാളം കൊടുത്തിട്ട് നമ്മളതിന് ആ ഒരു ലെങ്ത് എത്രയാണോ വരുന്നത് അത് വെച്ച് നമ്മൾ റൗണ്ട് വരച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പോർഷൻ മുതൽ താഴേക്ക് എത്രത്തോളാണോ ലെങ്ത്ത് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംബ്രല്ല കട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിൽ എക്സ്ട്രാ 2 പീസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു പോർഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ള കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ബോട്ടം പാർട്ടിൽ നമ്മൾ 3 ലെയറാണ് വരുന്നത്. മെയിൻ ഫാബ്രിക്, അതിൻ്റെ അടിയിൽ ഒരു ക്രീപ്പ്, അതിൻ്റെ അടിയിൽ ക്യാൻ നെറ്റ് വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കും കൂടി വരുന്നു. കോട്ടൻ്റെ ഒരു ലൈനിങ്ങും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ക്രീപ്പ് ലൈനിങ് എടുത്തത് ഏകദേശം 3 മീറ്ററോളം മാത്രമേ നമ്മൾ ക്രീപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ താഴെ നമുക്ക് ആ ഒരു വേണ്ടത്രത്തോളം എത്രയാണോ വേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും കൂടി നമ്മൾ കറക്റ്റ് നമ്മൾ ലെങ്ത്ത് അളന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ വീണ്ടും അടയാളപ്പെടുത്തി എന്നിട്ടാണ് നമ്മളത് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമുക്കത് രണ്ടും 2 സൈഡിലേക്കായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത്, അതായത് ക്ലോസ് ചെയ്യുന്നൊരു ഭാഗത്തായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്രോസ് പീസ് അവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ സെൻറ്ററും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ക്രീപ്പ് ലൈനിങ്ങിന് നമുക്ക് ഏകദേശം ഒരു 44 ഇഞ്ചോളം വിഡ്ത്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കോട്ടൺ ലൈനിങ്ങിലാകുമ്പം നമുക്ക് അത്രയും വരുന്നില്ല. നിയർലി ഒരു 36 ആ ഒരു വിഡ്ത്ത് എങ്ങനെയാണ് വരുന്നത്, 33, 36 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകും. കാരണം ക്രോസ് പീസ് വെക്കുമ്പം ഇതിൽ കുറച്ചധികം വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകും. അപ്പം ബാക്കി വരുന്ന മൊത്തം പീസും നമുക്ക് ക്രീപ്പ് ലൈനിങ്ങിനെക്കാട്ടിയും കൂടുതൽ ഫാബ്രിക് നമുക്ക് ക്രോസ് പീസിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.